പത്തനംതിട്ട കൂടലിൽ റോഡ് ഉന്നത നിലവാരത്തിലാക്കിയപ്പോൾ റോഡ് അരികിലെ ഒറ്റയടിപ്പാത ഉപയോഗിക്കാൻ കഴിയാതെയായി എന്ന് പരാതി വരികയാണ്. വീട്ടിലേക്കെത്താൻ ഒറ്റയടിപ്പാത ഉപയോഗിച്ചിരുന്ന കുടുംബവും ദുരിതത്തിലായി. പ്രധാന പാതയിൽ നിന്ന് ഒറ്റയടിപ്പാതയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം അധികൃതർ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡുകൾ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന ഒറ്റയടിപ്പാതകൾ പലതും ഉപയോഗശൂന്യമാവുകയാണ്. പത്തനംതിട്ട കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ കൂടൽ ടൗൺ വാർഡിൽ തോടിനോട് ചേർന്നുള്ള ഒറ്റയടിപ്പാതയാണിത്. റോഡിന് ഉയരം വർദ്ധിപ്പിച്ചപ്പോൾ നാട്ടുകാർക്ക് ഒറ്റയടിപ്പാതയിലേക്ക് ഇറങ്ങാൻ കഴിയാതെയായി. വീട്ടിലേക്കുള്ള ഏക വഴിയില്ലാതായതോടെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മ അമ്പിളി പറഞ്ഞു. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരാൻ പറ്റുന്നില്ല. വീട് ഇങ്ങനെ ഇത്രയും നാളുകൊണ്ട് ഇങ്ങനെ കിടന്നത് നശിച്ചു പോവുക ഇപ്പം. അപ്പോൾ എനിക്ക് വീട്ടിൽ വരണം. നേരത്തെ ഇവിടെ വഴിയുണ്ടായിരുന്നു, അതിലിറങ്ങി വരുമായിരുന്നു. ഇപ്പോൾ ആ റോഡ് പണി വന്നു കഴിഞ്ഞപ്പോഴല്ലേ റോഡ് കളന്നപ്പം നമുക്ക് വഴി കാണപ്പം അന്നേരം വരാൻ ബുദ്ധിമുട്ടായി. നമുക്ക് അതിൽ കയറി ഇറങ്ങാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. എല്ലായിടവും കൊടുത്താണ്ട് എവിടെയൊക്കെ കൊടുക്കാമോ അവിടെ എല്ലാം നമ്മൾ കൊടുത്തു. കൃഷിയിടങ്ങളിലേക്ക് പോകാൻ കർഷകർ ഉപയോഗിച്ചിരുന്ന ഒറ്റയടിപ്പാത കൂടിയാണിത്. പുതിയ റോഡിന് ഉയരം വർദ്ധിപ്പിച്ചതോടെ തോട്ടിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞാൻ 10-25 വർഷമായി ഇവിടെ ജോലിക്ക് ഇറങ്ങിയിട്ട്. ഈ ജോലിയും കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി ഞങ്ങൾ കൈയും കാലും ഒക്കെ കഴിയുമായിരുന്നു. നല്ല രീതിയിൽ കടന്ന സ്ഥലമാണ്. ശരിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ വഴി തന്നെ ഉണ്ടാവണം. ആട്ടോക്കാരെന്നുള്ളത് ആട്ടോ സ്റ്റാൻഡാണ്. ഞങ്ങളൊക്കെ അങ്ങോട്ട് അത്യാവശ്യം ഇറങ്ങുന്ന മുമ്പേ ആ സുഹൃത്ത് പറഞ്ഞ പോലെ വെള്ളമുണ്ട്, മുഖം കഴുകാനും കൈയും കാലും എല്ലാം കഴുകാനും എല്ലാം ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് വലിയ അഗാധമായ കൊക്കയായിട്ട് മാറിയിരിക്കുക. അപ്പോൾ അടിയന്തരമായി KSDPയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ സ്റ്റെപ്പ് കെട്ടി കൊടുത്തേ ഒക്കത്തുള്ളൂ. ഒറ്റയടിപ്പാത സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മുൻ വാർഡംഗം തോമസ് സീപ്പൻ ആവശ്യപ്പെട്ടു. ഇത് 100 വർഷത്തെ പഴക്കമുള്ള നടപ്പാതയാണ്. ഈ നടവഴിയാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവിടോട്ടുള്ള കൃഷികൾ നോക്കണം നിങ്ങൾ. ആ കൃഷികൾ മൊത്തം നഷ്ടപ്പെട്ടിരിക്കുക. ജനങ്ങൾക്ക് കയറി ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. എൻ്റെ ആവശ്യം പൊതുവഴി ക്രമപ്പെടുത്തി തരണം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയോരത്താണ് ഈ ഒറ്റയടിപ്പാതയുള്ളത്. നാട് പുരോഗമിക്കുമ്പോൾ ഒറ്റയടിപ്പാതകളെ മറക്കല്ലേ എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.